A+Tube സ്വാഗതം. കഴിഞ്ഞ ദിവസം എനിക്ക് കോഴിക്കോട് നിന്നും ഒരു ഫോൺ കാൾ ഉണ്ടായിരുന്നു. വിളിച്ച വ്യക്തിയുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു വസ്തു വാങ്ങാൻ പോകുന്നു. ആ വസ്തു വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നാണ് ചോദ്യം. സബ്സ്ക്രൈബറാണ്. നേരത്തെ തന്നെ പല വിഷയങ്ങൾക്കും എന്നെ നേരിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ സംശയം ദൂരീകരിക്കേണ്ട ബാധ്യത എനിക്കുണ്ടായിരുന്നു. ഞാനത് ചെയ്തു കൊടുത്തു. ആ കാര്യം തന്നെ ഒരു എപ്പിസോഡായി ചെയ്യുന്നത് ഇനി നിങ്ങൾക്ക് അത്തരത്തിലുള്ള ഒരു സംശയത്തിന് ഇടവരരുത്. നിങ്ങൾക്ക് നാളെ ഇതുപോലുള്ള ഒരു കുഴിയിൽ വീഴാൻ ഉള്ള അവസ്ഥ ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ്. അവരുടെ സംശയം ഇതായിരുന്നു, വില കുറഞ്ഞ് തരാം എന്ന് പറയുന്ന വസ്തുവാണ്. ആ വസ്തു എന്ന് പറയുന്നത് 12 സെൻറ്റ് സ്ഥലമാണ്. അതിൽ 6 സെൻറ്റ് സ്ഥലത്തിന് കൃത്യമായ ഡോക്യുമെൻ്റൊക്കെ ഉണ്ട്. പക്ഷേ ബാക്കിയുള്ള സ്ഥലത്തിന്, ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ 6 സെൻറ്റ് സ്ഥലം പട്ടയം ലഭിച്ചിട്ടില്ല. പക്ഷേ അത് ഉടനെ കിട്ടും, പ്രശ്നങ്ങളൊന്നും ഇല്ല. അതിൻ്റെ നടപടികളൊക്കെ ഈ വാങ്ങുന്ന ആളിന് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞങ്ങൾക്കിനിയിപ്പോൾ അതിന് സമയമില്ല, ഞങ്ങൾ ഉടനെ തന്നെ ഇവിടെ നിന്ന് മാറിപ്പോകുന്നു, അതുകൊണ്ടാണ് വിൽക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നു. സ്ഥലത്ത് ലോക്കലായിട്ട് അന്വേഷിച്ചപ്പോൾ അവിടെ ഉള്ള നിലവിലുള്ള വിലയെക്കാളും വളരെ കുറഞ്ഞ വിലയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വാങ്ങട്ടെ എന്നാണ് എന്നോടുള്ള സംശയം. ഞാൻ ചില കാര്യങ്ങൾ അവരോട് ചോദിച്ചു. ആ കിട്ടിയ ഉത്തരത്തിൽ നിന്നും മനസ്സിലായ കാര്യം, ഈ പട്ടയം ഇല്ല എന്ന് പറയുന്ന ഭൂമി ഇതിനോട് ചേർന്ന് കിടക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് ശരിക്കും ടൈറ്റിൽ ഡീഡ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടില്ല. അതിന് പ്രത്യേകിച്ച് പ്രമാണമോ കരമൊടുക്കോ ഉണ്ടായിട്ടില്ല. അതിന് ഒന്നും റവന്യൂ റെക്കോർഡ്സ് അനുസരിച്ച് അത് സർക്കാർ ഭൂമിയാണ്. അതിനെ സംബന്ധിച്ച് പട്ടയം നാളിതുവരെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഈ വ്യക്തിക്ക് ചുളുവിലയ്ക്ക് കിട്ടുന്നത് കൊണ്ട് വാങ്ങി കസ്റ്റഡിയിലാക്കാം എന്നുള്ളത് കൊണ്ടാണ് ഇവർ അതിനുവേണ്ടി മുന്നോട്ട് വന്നത്. കൃത്യമായും നോ എന്ന് പറയുന്ന എൻ്റെ ആൻസർ സ്വീകരിച്ചുകൊണ്ട് അവർ ആ വസ്തു കച്ചവടത്തിൽ നിന്നും പിന്മാറി. 6 സെൻറ്റ് ശരിക്കും പ്യുവറായിട്ടുള്ള ഡോക്യുമെൻ്റ് ഉണ്ട്. അത് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങാൻ പറഞ്ഞു. ബാക്കിയുള്ള വസ്തു നിങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞു. പക്ഷെ അങ്ങനെ രണ്ടാക്കി വിൽക്കാൻ അവർ തയ്യാറുമല്ല. ഒരുമിച്ച് കിടക്കുന്ന പ്രോപ്പർട്ടിയാണ്. അതിലേക്കുള്ള വഴി ഒന്നാണ്, സെപ്പറേറ്റ് വഴിയൊന്നുമില്ല. അത് സെപ്പറേഷൻ ആയി കഴിഞ്ഞാൽ ആ വസ്തു വിൽക്കാൻ പറ്റില്ല എന്നാണ് ഇവർ ഒഴിവ് കഴിവ് പറഞ്ഞത്. ഈ തരത്തിൽ അവർ പലരെയും സമീപിച്ചെങ്കിലും ബുദ്ധിയുള്ള പലരും പിന്മാറി കാണും. അങ്ങനെ ആയതുകൊണ്ട് ഇവർ വില കുറച്ച് കൊണ്ടുവന്ന് അവസാനം ഇവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് അതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ വിവരം. നിങ്ങളെല്ലാം അറിഞ്ഞിരിക്കേണ്ട കാര്യം, ഒരു വസ്തു വാങ്ങുമ്പോൾ 100% നിങ്ങൾ വെട്ടിലാകാതിരിക്കാൻ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ആ വസ്തു എത്രയാണോ ആ വസ്തുവിൻ്റെ വിസ്തീർണത്തിന് അനുസൃതമായ ഡോക്യുമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ ആധാരം അല്ലെങ്കിൽ പ്രമാണം കൃത്യമായും ഉണ്ടായിരിക്കണം. ആ വസ്തുവിന് കരം ഒടുക്ക് അപ്ഡേറ്റ് ആയിരിക്കണം. ആ വസ്തുവിൻ്റെ എൻകംബറൻസ് സർട്ടിഫിക്കറ്റ് കൃത്യമായും നിങ്ങൾ വാങ്ങി പരിശോധിച്ചിരിക്കണം. പ്രമാണം കൃത്യമായും പരിശോധിച്ചിരിക്കണം. പട്ടയമില്ലാത്ത യാതൊരു ഭൂമിയും നിങ്ങൾ വാങ്ങരുത്. പട്ടയം കിട്ടുന്നതിന് വേണ്ടി ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ നടന്നാൽ കിട്ടുന്ന കാര്യമല്ല പട്ടയം. അതിന് വളരെയധികം ബുദ്ധിമുട്ട് നിങ്ങൾക്ക് നേരിടേണ്ടി വരും. നിങ്ങൾ ഒരുപാട് സമയം നിങ്ങൾ അതിനുവേണ്ടി ചെലവഴിക്കേണ്ടി വരും. ഒരുപാട് പണം അതിനു വേണ്ടി നിങ്ങൾ ചെലവഴിക്കേണ്ടി വരും. അത് നേരായ വഴിയിലൂടെയായാലും വളഞ്ഞ വഴിയിലൂടെയായാലും നിങ്ങൾ ചുറ്റിപ്പോകുന്ന ഒന്നാണ് പട്ടയമില്ലാത്ത ഭൂമി വാങ്ങുക എന്നുള്ളത്. എത്ര കുറഞ്ഞ വിലക്കാണെങ്കിലും എൻ്റെ ഇത് കേൾക്കുന്ന സഹോദരങ്ങളോട് പറയാനുള്ളത്, പട്ടയം ഇല്ലാത്ത, യാതൊരു തരത്തിലും രേഖകൾ ഇല്ലാത്ത, കരം ഒടുക്ക് ഇല്ലാത്ത, യഥാർത്ഥ ഉടമ അല്ല തരുന്നത് എന്നുള്ള അവസ്ഥയാണെങ്കിൽ കൂടി നിങ്ങളത് വാങ്ങരുത്. കൃത്യതയോടുകൂടി നിങ്ങൾ എല്ലാ രേഖകളും പരിശോധിക്കപ്പെട്ട് പൂർണ്ണമായ ബോധ്യപ്പെട്ടാലേ ഒന്ന് വാങ്ങാവൂ. കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ഒരാളിനെ കാണുന്നത്, പ്രത്യേകിച്ച് ഒരു അഭിഭാഷകനെ കാണുന്നത് നന്നായിരിക്കും. നിങ്ങളുടെ സമീപത്തുള്ള ഏതെങ്കിലും അഭിഭാഷകനോട് ഈ ഡോക്യുമെൻ്റ് ചോദിച്ചിട്ട് അയാളിൽ നിന്നുള്ള ഒരു ഡയറക്ഷൻ അനുസരിച്ച് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും എപ്പോഴും അഭികാമ്യം. ഇല്ലെങ്കിൽ ഇനി മറ്റൊന്നും കൂടി ചേർത്ത് പറയാം. അടുത്ത കാലത്ത് പലരും വെട്ടിലായി പോയിട്ടുള്ള കാര്യമാണ്.
ചുളുവിലയ്ക്ക് ഭൂമി കിട്ടി വാങ്ങിയ, എറണാകുളത്ത് നിരവധി ആളുകൾ വെട്ടിലായിട്ടുണ്ട്. ചുളുവിലയ്ക്ക് കിട്ടുന്ന ഭൂമി വാങ്ങും. ആ ഭൂമി കൃഷിഭൂമിയാണ്. പ്രമാണത്തിൽ കൃഷിഭൂമി ഇല്ലെങ്കിൽ വയൽ എന്ന് കൃത്യമായും എഴുതപ്പെട്ടിട്ടുള്ള പ്രമാണമാണ് അവരുടെ കയ്യിലുള്ളത്. അത് വാങ്ങിയാൽ പിന്നീട് ഇതിനെ തരം മാറ്റാൻ വേണ്ടി നിങ്ങൾ കുറേ ചുറ്റി നടക്കേണ്ടി വരും. അതും ഇതുപോലുള്ള മറ്റൊരു അവസ്ഥയാണ്. പെട്ടെന്നൊന്നും കിട്ടുന്നൊരു കാര്യമല്ലത്. അത് പുരയിടമാണ്. നിങ്ങൾ കാഴ്ചയിൽ പോയി നോക്കുമ്പോൾ കുഴപ്പമില്ല, പുരയിടമാണ്, ശരി വാങ്ങിച്ചു കളയാമെന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ണും പൂട്ടി കുറഞ്ഞ വിലയ്ക്ക് വാങ്ങും. ആധാരം പോലും വായിച്ചു നോക്കൂല. ആധാരവും വായിച്ചു നോക്കാതെ വാങ്ങി വസ്തുവിൻ്റെ എഗ്രിമെൻറ്റും വെച്ച് രജിസ്ട്രേഷനൊക്കെ നടത്തി വീട്ടിൽ കൊണ്ട് നിങ്ങളത് വെക്കും. അത് കഴിഞ്ഞ് അവിടെ ഒരു വീട് വെക്കാനോ മറ്റ് കാര്യത്തിനോ ഇറങ്ങി തിരിക്കുമ്പോഴാണ് വെട്ടിലായ വിവരം നിങ്ങൾ അറിയുന്നത്. നിരവധി ആളുകൾ എന്നെ വിളിച്ച് ബന്ധപ്പെടുന്നുണ്ട്, നേരിട്ട് വരുന്നുണ്ട്, പല പ്രശ്നങ്ങളും ഇങ്ങനെ കാണുന്നുണ്ട്. എന്താ പറ്റുന്നത്? ഇതാണ്, ആ ആധാരം കൃത്യമായും വായിച്ചു നോക്കൂല. എന്താണ് ആധാരത്തിൽ എഴുതിയിരിക്കുന്നത്, നിയമപരമായി എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ, ആ വസ്തുവിനെ സംബന്ധിച്ച് നിങ്ങൾ അറിയേണ്ട കാര്യമാണ്. അതിൻ്റെ പേരിൽ എന്തെങ്കിലും അറ്റാച്ച്മെൻ്റ് ഉണ്ടോ, ബാങ്ക് ലോണുമായിട്ട് ബന്ധപ്പെട്ട അറ്റാച്ച്മെൻറ്റ് നിലവിലുണ്ടോ, അവിടെ ഒരു ഭൂമി ഉണ്ടെന്ന് വയ്ക്കൂ, ഒരു വീടുണ്ടെന്ന് വയ്ക്കൂ. ആ വീടിനെ സംബന്ധിച്ചിടത്തോളം അത് ശരിക്കും ഓതറൈസ്ഡ് ബിൽഡിംഗ് ആണോ അതോ അൺഓതറൈസ്ഡ് ബിൽഡിംഗ് ആണോ, അതിനുള്ള നമ്പർ ലീഗൽ നമ്പരാണോ അതോ UA നമ്പരാണോ, അൺഓതറൈസ്ഡ് ബിൽഡിങ്ങിന് കിട്ടുന്ന UA നമ്പരാണോ, ഇതൊക്കെ നേരത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുള്ളതാണ്. അനുബന്ധമായി ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം പരിശോധിക്കപ്പെട്ടതിന് ശേഷമല്ലാതെ വസ്തു ഇടപാടിൽ നിങ്ങൾ മുൻകൂട്ടി ഇറങ്ങരുത്. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ കോഴിക്കോട്ടുള്ള വ്യക്തിക്ക് സംഭവിച്ചത്, ഏജൻറ്റ് വന്ന് ഇവർ പിന്നാലെ കൂടിയിരിക്കുകയാണ്. ഏജൻറ്റ് പറയുന്നത് പെട്ടെന്ന് ആരും അറിയരുത്, നിങ്ങൾ വാങ്ങിച്ചോ, വേറെ ആളുകൾ വന്ന് നിൽക്കുകയാണ്, തട്ടിക്കൊണ്ട് പോകും, എനിക്ക് നിങ്ങളോടുള്ളൊരു സ്നേഹം കാരണമാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ഇനിയും കാലതാമസം വരുത്തരുതെന്ന് പറഞ്ഞ് ഏജൻറ്റ് പിടികൂടിയപ്പോഴാണ് ഇവരെന്നെ വിളിക്കുന്നത്. ഏജൻറ്റുമാർ വസ്തു കച്ചവടം നടത്തിയാൽ അവരുടെ കമ്മീഷൻ, ആ കമ്മീഷൻ അവർക്ക് കിട്ടും. ചിലയിടങ്ങളിൽ 3%, 2% ഒക്കെ കമ്മീഷനുണ്ട്. അത് അവർ വാങ്ങും. അത് കിട്ടാൻ വേണ്ടി അവർ എന്തും പറയും. ഒരു ഏജൻറ്റിനെയും നിങ്ങൾ 100% വിശ്വാസത്തിൽ എടുക്കരുത്. സുഹൃത്തായാലും ബന്ധുവായാലും ഒക്കെ തന്നെയാണ്. അടുത്ത ദിവസം ഒരു വക്കീലിന് എറണാകുളത്ത് ഒരു ഓഫീസ് ചുടുവിലയ്ക്ക് കിട്ടുമെന്നും പറഞ്ഞുകൊണ്ട് വന്ന ഒരു ജൂനിയർ വക്കീലിനെ ഒരാൾ കൂട്ടിക്കൊണ്ടുവന്ന് സ്ഥലമെല്ലാം കാണിച്ചു കൊടുത്തു. യഥാർത്ഥത്തിൽ എന്താ സംഭവിച്ചിരിക്കുന്നത്, ആ കെട്ടിടത്തിനെ സംബന്ധിച്ചിടത്തോളം അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്, ബാങ്ക് അറ്റാച്ച്മെൻ്റ് ഉള്ളതാണ്, ബാങ്ക് ലേലത്തിന് ഇട്ടിരിക്കുക. അപ്പോൾ ലേലത്തിന് ഇട്ടിരിക്കുന്ന ഈ കെട്ടിടത്തിന് ഇയാളുടെ തലയിലാക്കി കൊടുക്കുക, ചുരുങ്ങിയ വിലയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഈ ആളുകളെല്ലാം വന്ന് ക്യാൻവാസ് ചെയ്യുന്നത്. ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നതിന് മുമ്പ് ലാഭം കുറച്ച് കൂടുതൽ കിട്ടുമെന്നോ ചുളുവിലയ്ക്ക് കിട്ടുമെന്നോ ഇപ്പോൾ വാങ്ങിയാൽ നമുക്കത് ഇരട്ടി വിലയ്ക്ക് വിൽക്കാമെന്നോ ഒക്കെ കരുതി എടുത്ത് ചാടരുത്. ചാടിയാൽ കാലൊടിയും. എടുത്ത് ചാടുന്നവരുടെ കാല് ഒടിയുന്ന നിരവധി സംഭവങ്ങൾ ഉണ്ട്. അതുകൊണ്ട് വ്യക്തമായും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ നിങ്ങൾ മുൻ എപ്പിസോഡുകൾ കണ്ടാൽ മതി. ഈ ചാനലിൽ ഇതുമായി ബന്ധപ്പെട്ട നിരവധി നിയമകാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. മുൻ എപ്പിസോഡുകൾ സ്ക്രോൾ ചെയ്ത് കാണാം, ഇല്ലെങ്കിൽ പ്ലേലിസ്റ്റിൽ പോയാലും നിങ്ങൾക്ക് കാണാം. അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കിയിട്ട് വേണം കാര്യങ്ങൾ പോകാനെന്ന് ഓർമ്മപ്പെടുത്താനാണ് ഈ എപ്പിസോഡ്. നന്ദി.